ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ തന്നെ കുറവായിരിക്കും. ഈ വണ്ടി കുറച്ച് പേരുടെ കൈകളിൽ മാത്രമേ ഈ വണ്ടി കാണത്തുള്ളൂ. ഇതൊരു റെയർ സ്പീഷീസിൽ പെട്ടൊരു കാറാണ്. ടൊയോട്ടയുടെ വാഹനമാണ്, പക്ഷേ ഒരു റെയറാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ തന്നെ കണ്ടില്ലേ, ഫുള്ളി ഡ്രൈവർ ഓറിയൻറ്റഡ് ആണ്. ഡ്രൈവറിന് കൈയെത്താ ദൂരത്താണ് എല്ലാം ഇരിക്കുന്നത്. കണ്ടോ, ഇതൊരു ഹൈബ്രിഡ് വാഹനമാണ്, ടൊയോട്ടയുടെയാണ്. ഈവൻ ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റ് പോലും തുറക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയാണ്. കണ്ടോ, ഫുൾ സ്ലൈഡ് ഓപ്പൺ. ഗിയർ ബോക്സ്, ഹസാർഡ് സ്വിച്ച് എനിക്കിഷ്ടമാണ്. ഈ കൈ വാക്കിനിരിക്കുന്നത് ഹസാർഡ് സ്വിച്ച്, പവർ മോഡ്, എക്കോ മോഡ്, EV മോഡ്, പാർക്കിംഗ്, ഗിയർ ബോക്സ്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, CD ഇടുന്ന ടൈപ്പ് സെറ്റ്. ഇതിപ്പോൾ കാണലേ കുറവാണ്, റെയറാണ്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ പുഷ് സ്റ്റാർട്ട് വരുന്നത്. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞു, സൈലൻ്റാണ്. നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം. ഇത് പവർ വിൻഡോ ആണ്, 1 ടച്ച് ഡൗൺ. ഓൾ മിറർ 1 ടച്ച് ഡൗൺ ആണ് വരുന്നത്. എല്ലാ മിററും എല്ലാ വിൻഡോയും 1 ടച്ച് ഡൗൺ ആണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. കണ്ടോ, നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. സ്വിച്ച് നമ്മൾ ഏതൊക്കെ നിൽക്കുമോ അതെല്ലാം ഇവിടെ വരും. ഒരു ജോയ്സ്റ്റിക്ക് കൺട്രോൾ പോലെ. കണ്ടോ, ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് വരുമോ അവിടെ കാണിക്കും. സെറ്റിങ്സ്, എനർജി മോണിറ്റർ, ഹൈബ്രിഡ് സിസ്റ്റം ഇൻഡിക്കേറ്റർ, എനർജി കൺസംഷൻ, ട്രിപ്പ് A. കണ്ടോ, ഒരു പ്രത്യേക വാഹനമാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നമ്മളിത് ഞെക്കണ്ട, കൈ വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി അതിൽ സെൻസ് ചെയ്യും. ജസ്റ്റ് കണ്ടോ, ഫിംഗർ വെച്ചാൽ തന്നെ അതിൽ ലൈറ്റ് വരുന്നതായിരിക്കും. ഇത് കണ്ടോ, ടെമ്പറേച്ചർ ഡൗൺ, അപ്പ് ഡൗൺ, ഡിസ്പ്ലേ, ട്രിപ്പ് മോഡ്. ഗിയർ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെറിയൊരു ജോയ്സ്റ്റിക്കാണ്. ഇതിലിതേ റൈറ്റിലോട്ട് പുഷ് ചെയ്യുക, അപ്പോഴത്തേക്ക് ന്യൂട്രാണ്, ഓൾറെഡി ന്യൂട്രാണിത്. റൈറ്റിലോട്ട് പുഷ് ചെയ്തിട്ട് ഡൗണിലോട്ടാക്കി കഴിയുമ്പോൾ ഡ്രൈവ് മോഡ് വരും. എന്നിട്ട് പിന്നെയും തിരിച്ചത് ന്യൂട്രൻ്റെ പൊസിഷനിൽ പോയി കിടക്കും. പക്ഷേ വണ്ടി ഡ്രൈവായി. ഇനി തിരിച്ച് റിവേഴ്സ് ആക്കണമെങ്കിൽ ഇങ്ങോട്ട് വരിക, റൈറ്റ് ആക്കുക, മേലിലോട്ടാക്കുക, റിവേഴ്സ്. പാർക്കിംഗ് ആക്കാൻ ഇത് ഈ ഒരു സ്വിച്ച്, ഫിനിഷ്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC ആണ്. ഇത് ടൊയോട്ടയുടെ പ്രൈസ് എന്ന് പറയുന്നൊരു വാഹനമാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും വിളിക്കാം. പ്രൈസ് എന്ന് വിളിക്കാം, പ്രിയൂസ് എന്ന് വിളിക്കാം, എങ്ങനെ വേണേൽ വിളിക്കാം. ഞാനിപ്പോൾ ഇതിനെ പ്രൈസ് എന്ന് വിളിക്കുന്നു. ഒരുപാട് സ്വിച്ചും കാര്യങ്ങളുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗ്ലൗ ബോക്സ്. 2 ഗ്ലൗ ബോക്സാണ് വരുന്നത്. എല്ലാം ഡ്രൈവർ ഓറിയൻറ്റഡ് ആണ്. നമുക്കിതിൻ്റെ ഡ്രൈവിലോട്ട് കിടക്കാം. ഡ്രൈവ് മോഡ്, ഇൻഡിക്കേറ്റർ, മിറർ ചെക്ക്, ഡ്രൈവ്, ഹെഡ്ലൈറ്റ് ഓൺ. ശാന്തനാണ് വാഹനം. എനിക്ക് ഈ വാഹനത്തിൻ്റെ റിവ്യൂ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഓണർ എനിക്ക് രാത്രിയാണ് വണ്ടി കൊണ്ടു തന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് നൈറ്റ് വീഡിയോ എടുക്കാം ആദ്യം, എന്നിട്ട് ഡേ ടൈമുള്ള റിവ്യൂ ഞാൻ എന്തായാലും ഇതിൻ്റെ ഇടുന്നതായിരിക്കും, ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം. അപ്പോൾ വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും രാത്രിയും രാവിലെയും ഓടിക്കുന്ന രണ്ടും 2 കംഫർട്ടാണ്. അപ്പം ചില വണ്ടി ഡേ ടൈം ഓടിക്കാനായിരിക്കും രസം, ചില വണ്ടി നൈറ്റ് ഓടിക്കാനായിരിക്കും. അപ്പോൾ ഈ വണ്ടി നൈറ്റ് ഡ്രൈവ് ഇപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഒരു കളർ ഡിസൈൻ വരുന്നത് തന്നെ പഴയ രീതിയിലുള്ള ടൈപ്പാണ്. പഴയ കൊറോളയ്ക്കൊക്കെയാണ് ഈ ഒരു കളർ വരുന്നത്, 2008-09 മോഡലിൽ. ഇതിൻ്റെ സ്പീഡോമീറ്റർ എല്ലാം സെൻട്രൽ ഓറിയൻറ്റഡ് ആണ്. പാസഞ്ചറിനും കാണാൻ പറ്റും, നമുക്കും കാണാൻ പറ്റും.
ഒരു R15 അല്ലേടാ ചീറിപ്പോയത്? അതെ, ഓഫ് കോഴ്സ്. ഇതും കൂടി കട്ട് ചെയ്യല്ലോ. പിന്നെ കട്ട് ചെയ്യും. ഇതിന് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. എല്ലാ ഫങ്ഷൻസും വർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വണ്ടി ക്രൂസിലോട്ടാക്കി 55 സ്പീഡ്, ക്രൂസ് കൺട്രോൾ ഓൺ. വണ്ടി ഓടിക്കാൻ അടിപൊളി കംഫർട്ടാണ്. എന്താ പറയുക, സ്മൂത്ത് ഡ്രൈവാണ് ഈ വാഹനം. ഇപ്പം ബാറ്ററി എങ്ങനെയാണോ റീജനറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അതിൽ എനർജി ഫ്ലോയുടെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നി ഹൈബ്രിഡ് ടെക്നോളജി ഇപ്പോൾ ഈ ഒരു 2022 കാലഘട്ടം തൊട്ടാണ് നമ്മുടെ ഇടയിൽ സുലഭം കേരളത്തിലൊക്കെ. പക്ഷേ ഇതൊക്കെ ടൊയോട്ടയുടെ എന്താ പറയുക, അവരുടെ ഒരു മാസ്റ്റർ പീസ് വെഹിക്കിൾ ഒക്കെയാണ്. ഇതിലൊക്കെയാണ് ടൊയോട്ട ആദ്യമായിട്ട് ഹൈബ്രിഡ് സിസ്റ്റം ഒക്കെ ഇറക്കിയത്. അപ്പോൾ അവർ ഓൾറെഡി ഇതിനകത്ത് ഇതിൻ്റെ എനർജി മോണിറ്ററിങ് സിസ്റ്റം, ബാറ്ററിയിൽ നിന്ന് മോട്ടറിൽ നിന്ന് എൻജിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും റീജനറേറ്റ് ചെയ്യുന്നതും ബാറ്ററി തന്നെ ചാർജ് ആവുന്നതും ആ ചാർജായ ബാറ്ററിയിൽ നിന്ന് പിന്നെയും കറണ്ട് സപ്ലൈ കൊടുക്കുന്നതും, അങ്ങനെ അതിൻ്റെ മെക്കാനിസം ഫുള്ള് ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര കിലോമീറ്റർ അതിൽ ഓടുമെന്ന് വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അന്നേ ഇത് ഈ പ്രിയൂസ് എന്ന് പറഞ്ഞ വാഹനം ടൊയോട്ട അത്രയും അവരുടെ ഹൈബ്രിഡ് ടെക്നോളജിയെ ഓൾറെഡി വെൽ എക്യുപ്ഡ് ആണ്. ഞാൻ ഇടയ്ക്ക് ഇൻ്റർനെറ്റിലൊരു പോസ്റ്റ് കണ്ടായിരുന്നു. ഇതേ വാഹനം, എൻജിനില്ല പക്ഷേ വണ്ടി ഓടുന്നുണ്ട്. ഒരു റീല് കണ്ടതാണ്. എൻജിനില്ല പക്ഷേ വണ്ടി ഓടുന്നുണ്ട്. ഹൈബ്രിഡിൻ്റെ ഇത് വെച്ച് വണ്ടി ഓടുന്നുണ്ട്, എൻജിനില്ല. ടൊയോട്ടയുടെ ഈ പറഞ്ഞ കണക്ക് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടും. വണ്ടി സർവീസ് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും പേടിക്കണ്ട. ഇത്ര ലക്ഷം വേണമെങ്കിലും വണ്ടി ഓടും, സർവീസ് കറക്റ്റായിരുന്നു മതി. ഇതിൽ HUD ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഡ്രൈവറിന് കാണിക്കും സ്ക്രീന് എങ്ങനെ, അതായത് എനിക്ക് കാണാൻ പറ്റും, ഡ്രൈവറിന് കാണാൻ പറ്റും. HUD ഡിസ്പ്ലേ നമ്മുടെ സ്പീഡ് എത്രയാണെന്ന് നേരെ കാണിക്കും. അത് നമുക്കിവിടെയാണ് അതിൻ്റെ ബട്ടൺസ് വരുന്നത്, ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ. അത് നമ്മൾ വണ്ടി പാർക്കിംഗ് ആയിരിക്കുന്ന ടൈമിന് തന്നെ ഇത് ഞെക്കി ഓൺ ചെയ്യണം. പിന്നെ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നമുക്ക് പൊസിഷൻ മേലിലോട്ടാക്കണോ താഴോട്ടാക്കണോ. ഇപ്പം നല്ല താഴെയായി, ഇപ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിൽ ഞെക്കി കഴിയുമ്പോൾ പൊങ്ങി കറക്റ്റ് ലെവലിലായി. മിറർ വിത്ത് ലൈറ്റാണ്, നല്ല ബ്രൈറ്റ്നസ് ഉള്ള ലൈറ്റാണ് ഇതിൽ വരുന്നത്, സൺഷെയ്ഡിൽ. വണ്ടിയുടെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന് കിട്ടുന്ന സുഖമാണ്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഗിയർ അത്രയും കംഫർട്ട്. എല്ലാ സ്വിച്ചസും കൈ വാക്കിനാണ് ഇരിക്കുന്നത്. പവർ മോഡുണ്ട്, പവർ മോഡ് ഇട്ട് കഴിഞ്ഞാൽ പവർ മോഡ് ആക്റ്റീവ് ആവും. ക്രൂസ് കൺട്രോൾ കട്ടായി. എക്കോ മോഡുണ്ട്, EV മോഡ് മാത്രമുണ്ട്. പക്ഷേ EV മോഡ് എക്സസീവ് സ്പീഡ് എന്നാണ് കാണിക്കുന്നത്. EV മോഡ് എനിക്ക് തോന്നുന്നു ഒരു 50 കിലോമീറ്റർ സ്പീഡിനകത്ത്. ഇപ്പം EV മോഡ് നമുക്ക് ഓണായി. ഒരു 50 കിലോമീറ്റർ സ്പീഡ് ആ റേഞ്ച് നിന്നാൽ മാത്രമേ EV മോഡ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ EV മോഡിലാണ് വണ്ടി ഓടുന്നത്. നമുക്ക് ഈ ബട്ടൺസ് എല്ലാം അടുത്താണ് വരുന്നത്, 3 സ്വിച്ചും. ടൊയോട്ടയുടെ ടെക്നോളജീസൊക്കെ അതിഗംഭീരമാണ്, പറയാതിരിക്കാൻ വയ്യ. വലിയ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഇല്ലെങ്കിലും സൺറൂഫ് ഇല്ല. പക്ഷേ എൻജിൻ സൈഡും റിലയബിലിറ്റിയിലും
ഈ ടൊയോട്ട ആരും വെല്ലത്തില്ല, അത്ര ക്വാളിറ്റിയാണ്. നമുക്കിതിൻ്റെ എക്കോ മോഡിലോട്ട് പോകാം. ഇപ്പം എക്കോ മോഡായി.
നമുക്കിത് ന്യൂട്രാക്കാം, പാർക്കിങ്ങിലോട്ടാക്കാം. പാർക്കിംഗ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ വണ്ടിയുടെ നൈറ്റ് ഡ്രൈവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.